ഹായ്, നല്ലൊരു സന്ധ്യാസമയമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വാഗമണ്ണി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഓൾ കേരള യാത്രയുടെ ഭാഗമൊന്നുമല്ല, അവധിയൊക്കെ പ്രമാണിച്ച് ഉപ്പുതറ വീട്ടിലേക്ക് പോകുന്ന ഒരു അവസരമാണ്. അപ്പോൾ പോകുമ്പോഴേക്ക് വീഡിയോ എടുക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ 1-2 വീഡിയോകളിൽ നിങ്ങളെ കാണിച്ച ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇവർക്ക് ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഒന്ന് കാണണം, തൊട്ട് വഴിയരികിൽ തന്നെയാണല്ലോ. ഇതിലെ ഒന്ന് കയറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെറുതെ ഒന്ന് കയറിയതാണ്. വീഡിയോ എടുക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് നല്ലൊരു സന്ധ്യാസമയം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ വെറുതെ വീഡിയോ എടുക്കാമെന്നൊരു തീരുമാനം. എന്നെ ഇവിടെ ഇറങ്ങണ്ട, വീട്ടിൽ പോകാന്ന് പറഞ്ഞ് വഴക്കായിരുന്നല്ലേ. ഇറങ്ങിയപ്പോ എന്നെ കിടന്നത് ഭയങ്കര ചാട്ടം. നീ എവിടെ പോവാടാ? ഉപ്പുതറയ്ക്കോ? അവിടെ ആരാ ഉള്ളേ? നിന്റെ ചേച്ചിയോ? ചേച്ചിയുടെ പേരെന്തായിരിക്കും? ആ, അച്ചു ചേച്ചി. നിന്റെ ചേച്ചിയെ കാണാൻ പോന്നാണോ നീ? എന്നാ രണ്ടൂടെ പണി? നീ വണ്ടി ഓടിച്ചിരുന്നില്ലേ? നീ വലിയ വണ്ടി ഡ്രൈവർ ആയിരുന്നല്ലോ. എന്നാ പറ്റി? തണുപ്പാണോ? അപ്പടി ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഞങ്ങളുടെ കുഞ്ഞുവാവയ്ക്കാണ് തണുപ്പ് പരിചയമുള്ള ആളേ അല്ല. ആ, ഡ്രിഫ്റ്റ് ചെയ്യുന്ന നീ. എന്നാ എല്ലാരും വണ്ടിയൊക്കെ ഇറക്കിയോ? ഈ പാതിരായ്ക്കാണോ കാഴ്ച കാണാൻ വരുന്നത്? പോയേക്കാം. ഞാൻ നിന്നോട് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞല്ലേ, നീയല്ലേ ഉച്ചയായപ്പോൾ മുതൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നേ. ഞങ്ങളങ്ങനെ വളകോട് എത്തി കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നിർത്തിയതാണ്. ഇത് നമ്മുടെ കട തന്നെ കേട്ടോ, നമ്മുടെ ചേട്ടനാണ്. AVS സൂപ്പർ ബസാർ വളകോട്. നാളെ കോട്ടമലയ്ക്ക് പോകാനുള്ള തയ്യാറായിരിക്കുന്നതാണ് ഇതെല്ലാം. വെറുതെ ഒരു കഥയില്ലാത്ത ഒരു വീഡിയോ ആണ്, വെറുതെ ചുമ്മാ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. സ്ഥിരം യാത്രകളും നല്ല നല്ല വിഷ്വൽസും ഒന്നും ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ മുന്നോട്ട് കാണണമെന്നില്ല. ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ വീട്. ഹായ് അച്ചു, ഹായ്. ഇതെന്നാ ഇത്? ഇവിടെ എന്തോ ഒരു ബോക്സ് ഒക്കെ ഇരിക്കുന്നത് തന്നെ ക്രിസ്മസ് ട്രീയുടെ അടുത്ത്. ഓ, ഇവിടെ ഭയങ്കര ക്രിസ്മസ് ഒക്കെ ആയിരുന്നല്ലോ. സ്റ്റാറൊക്കെ തന്നെ എത്രയും താത്താണ് ഇട്ടേക്കുന്നത്. കാറ്റ് വന്നപ്പോ താന്നു പോയതാണ്. ലൈറ്റ് ഇട്ടിട്ടില്ലേ? ഇതാണോ നിങ്ങളുടെ ട്രീ? ആഹാ, ട്രീയുടെ മുകളിൽ എന്താണ്ടോ ഇപ്പൊ? എന്തിയെ അമ്മയും ബിൻഡ്രു ഒക്കെ എന്തി? എന്തോ പരിചയമുള്ള ഒരു സാധനമാണല്ലോ ഈ TV കാണുന്നത്. ആഹാ, ഹൃദയരാഗം. ഇത് നമ്മുടെ യാത്ര കേട്ടോ. ഏത് വീഡിയോ? നമ്മുടെ കൊല്ലം. ഇനി വന്നേ, നാളെക്കാടായിപ്പോയോ? നിന്നെ കാണാൻ വേണ്ടി ഞങ്ങള് വന്നേ കേട്ടോ. നാണക്കേട്. വാ, സ്റ്റാറിനകത്ത് ലൈറ്റ് ഇട്ടിരിക്കുന്ന കാണിച്ച്. വാ, സ്റ്റാറിനകത്ത് ലൈറ്റ് ഇട്ടിരിക്കുന്നതാണ്. മമ്മിയാണോ ഇതിനകത്ത് ലൈറ്റ് ഇട്ടേ? ആ, ഉണ്ണിമാവനാണോ? ഇതെങ്ങനെയാ ഓഫാക്കുന്നത്? ഒന്ന് ഓഫാക്കി ഒന്ന് കാണിച്ച്. ആ, പെരക്കാത്ത സ്വിച്ച് ആണോ? ആണോ? ഇവിടെ അടുത്ത അമ്പലത്തിൽ ഭജന നടക്കുന്നുണ്ടേ, അതുകൊണ്ട് സൗണ്ട് ഒന്നും ഞങ്ങൾക്ക് കേൾക്കത്തില്ല. വാവ എന്നാ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ. ഇതെന്നാണ് ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് സാന്റ കൊണ്ടുതന്നാണോ? സാന്റ എനിക്കുള്ളതാണോ? ആഹാ, എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കനമുള്ള ഗിഫ്റ്റ് ആണോ? താങ്ക് യു. ഇത് എന്തിന്റെ ഗിഫ്റ്റാ? ഹാപ്പി ബർത്ത്ഡേ ജിതിൻ ആൻഡ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്നെന്റെ ബർത്ത്ഡേ കേട്ടോ. ഇവിടെ ഇന്ന് 2 ബർത്ത്ഡേക്കാരുണ്ട് ഇന്നേ ദിവസം. എൻ്റെ അനിയന്റെ ബർത്ത്ഡേ, ഉണ്ണിയുടെ ബർത്ത്ഡേ ഇന്ന് തന്നെയാണ്. അവരിവിടെ ഇല്ല. ഉണ്ണി മൈസൂർ ടൂർ പോയിരിക്കുക, ഉണ്ണിയും ദേവും കൂടെ. 5 പാക്കറ്റോ? ഇത് തൂക്കിയാ തന്നെ ചാക്കിനകത്ത് തൂക്കിയത്. ഇനി ചാമേരി തന്നെ ആണോന്ന് നോക്കിയേ, ഇനി വേറെ വല്ല സാധനമാണോ? ആ, കടല പൊട്ടിക്ക് കഴിക്കാം. ചോറിൻ്റെ ഇട്ടാണോ? ഗിഫ്റ്റ് പൊട്ടിക്കട്ടെ ഡി. ഗിഫ്റ്റ് പരസ്യമായിട്ട് പൊട്ടിക്കാൻ പറ്റുന്നതാണോ? വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതാണോ? അതേ രഹസ്യമാണോ? ബോംബാണോ? എടാ, നിന്നോട് എന്നാടാ പറഞ്ഞേ? വീട്ടിൽ വന്ന ഉടനെ മുട്ടായി എടുത്ത് കൊടുക്കലെന്ന് പറഞ്ഞല്ലേ? എന്നാലും ഇവളുടെ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കാം.
നാട്ടുകാരെ കാണിക്കാം കേട്ടോടി. ഇതെങ്ങനെയാടി ഇത് പൊട്ടിക്കുന്നത്? നീ തന്നെ പൊട്ടിക്കുന്നത്. എനിക്കിത് വലിച്ചു കയറാൻ തോന്നുന്നില്ല. നീ വച്ചേച്ചും കൂടി അതാണോ? ആ ഇത് കൊള്ളാലോടി. 2-3 കാറ്. ഇത് ബിന്ദുവിന്റെ ഗിഫ്റ്റ് ആണോ? ഇത് നിന്റെ ഗിഫ്റ്റ് ആണോ? എന്റെ അമ്പിയുടെ ആണോ? നിന്റെ പിന്നെ എന്നാ ഉള്ളത് ഇതിനകത്ത്? വാവയുടെ വാവ കുടിച്ചോ? എനിക്ക് ഗിഫ്റ്റ് തരാൻ ഒന്നുമില്ലായിരുന്നു. വാവയാ? ആ വാവ മറന്നു പോയതാണ്. കഷ്ടമായിട്ട്. അത് ഇത് കളർ തന്നെയായിരുന്നു. ഇത് തന്നെയായിരുന്നോ? അതേ വേറെ. ഹാപ്പി ബർത്ത്ഡേ കണ്ണൻ മാമ. 2 പട്ടമൊക്കെ പറന്നു പോകുന്നുണ്ട്. മെനി ഹാപ്പി ബർത്ത്ഡേ. ഇതന്നെയാണ് വിജാഗിരിയോ? ഇതെല്ലാവർക്കും ഉണ്ടല്ലോ. ആദ്യം എനിക്ക് തന്ന കാർഡിനകത്തും ഇതുപോലെ വിജാഗിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ തുറന്നു പോകാതിരിക്കാനുള്ളതാണ്. എന്താ സംഭവം? ഓക്കെ, ഇത് നീ ഉണ്ടാക്കിയതോ? നീ എന്നുണ്ടാക്കിയതോ? ആണോ? ഹാപ്പി ക്രിസ്മസ്. ഇതാരായി കളർ അടിച്ചത്? ഇത് കളർ അടിച്ചതല്ലോടാ. കടല വാരി കളയുന്നേ. അവിടെ ആ മേളിലല്ല ഇട്ടിട്ടുണ്ട്. അതെ, എന്റെ മേളിലല്ല. നീ എന്ന് ഇതൊക്കെ വരച്ചു? നീ എന്നാ ഇവിടെ വന്ന്? ഞാൻ അറിയാതെ. ഇത് ഉണ്ണിക്കുള്ളതാണോടി? ഹാപ്പി ബർത്ത്ഡേ. എന്നാ അങ്ങനെ തന്നെ മതിയായിരുന്നല്ലോ. ഇതെന്നെ പടം? ഉണ്ണിയുടെ പടമാണത്. ഉണ്ണി കേക്ക് മുറിക്കുന്ന പടമാണ്. മേരി ക്രിസ്മസ്. ഇതന്നെ ഇത് പൂട്ടി വെച്ചിരിക്കണം, തുറക്കാൻ പറ്റില്ല. ലോക്കൊക്കെ ആയിരുന്നു. ഇതേ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് മത്തി വറുത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തി വറുത്തതും ചെറുപയറും ആണോ? പാവയ്ക്കാത്തവരൻ ആൾക്കാർ കേൾക്കാം. സാമ്പാറ്, ബീറ്റ്റൂട്ട്. എന്നാ അച്ചാറുണ്ടോ? ഞാൻ രാവിലെ പോകും. ഇവിടെ മൊത്തം ദിലന്റെ പരാതിയാ. ഇപ്പൊ കിട്ടും നിനക്കിട്ട്. വണ്ടിപ്രാന്തെന്ന് പറഞ്ഞ ഇങ്ങനെ എന്തെങ്കിലും കിട്ടി ഇതും കൊണ്ട് ഇനി ഉറക്കത്തിലും എല്ലാം ഇതുകൊണ്ടിരിക്കുന്നത്. എല്ലാം എടുത്തോണ്ട് പോകണം. നിന്റെ ആണോ അതിന്? നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നോ ഇങ്ങനെ വല്ല കളിപ്പാട്ടം? കൊണ്ടുവന്നായിരുന്നോ? ഇല്ല. പിന്നെന്തിനാ ഇത് ഇങ്ങോട്ട് നടക്കുന്നത്? ഒരു ഗ്രാമത്തിൽ അപ്പോൾ ഓക്കെ, കാലത്തെ തന്നെ നമ്മൾ ബൈ ബൈ പറയുകയാണ്. എന്നാ ഓക്കെ, എല്ലാവർക്കും ടാറ്റ. ഞാൻ തിരിച്ച് പാലായ്ക്ക് പോകാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കൂടെ വന്നവരെ ഒന്നും തിരിച്ച് കൊണ്ടുപോകുന്നില്ല. പോകുന്ന വഴിക്ക് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് ചെന്നിട്ട് പറയാം. പോകും വഴിക്ക് പുളിങ്കട്ട എന്ന സ്ഥലത്തെത്തി. ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഈ പുളിങ്കട്ടപ്പള്ളിയുടെ സമീപത്തുള്ള വ്യൂ പോയിന്റിൽ, അങ്ങനെ ഒരു ഔദ്യോഗിക വ്യൂ പോയിന്റ് ഒന്നുമില്ല. ഇതുകൊണ്ടോ തേയിലയൊക്കെ നുള്ളി അടുത്തിടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ തേയില നുള്ളി പോയിട്ടേ ഉള്ളൂ. ഇപ്പം നുള്ളലല്ലോ, ഒരുതരം മെഷീൻ ഉപയോഗിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായി. നുള്ളലാണെങ്കിൽ ഇത്രയും ലെവല് കിട്ടില്ല. അപ്പോൾ ഇവിടെ പുളിങ്കട്ടപ്പള്ളിയുടെ ശവക്കോട്ടയ്ക്ക് സമീപത്ത് നല്ല കാഴ്ചകളുണ്ട്. പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോകും. പള്ളിയിൽ ഇന്ന് കുർബാന നടക്കുന്നുണ്ടേ. ഇതുണ്ട് തേയിലത്തോട്ടം ബെഡ് പോലെ, പുൽമേട് പോലെ കാണപ്പെടുന്നു. തേയില നുള്ളി പോയതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് പള്ളിയുടെ ശവക്കോട്ട.
ശവക്കോട്ടയിലേക്ക് നമ്മൾ കയറുന്നില്ല. ഞാൻ നേരത്തെ ഈ പുളിങ്കട്ടയും ഈ പള്ളിയും ഈ പ്രദേശവും എല്ലാം വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ. ഇതിലെ ഞാൻ എപ്പോഴും പോകുമ്പോൾ ഇവിടെയൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ട് ജസ്റ്റ് എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ടാണ് പോവാറ്. നിങ്ങളെപ്പോഴും കാണിക്കാറില്ലെന്നേ ഉള്ളൂ. എപ്പോഴും ഇതൊക്കെ കാണിച്ചാൽ ഇപ്പം കാണിക്കുന്നതിന് പോലും ആൾക്കാർക്ക് പരാതിയുള്ളവരുണ്ടാവും. കാഴ്ചകൾ കാണാൻ അത്ര അനുയോജ്യമായ സമയമല്ലേ. മഞ്ഞൊക്കെ ഉണ്ട്, മൊത്തത്തിൽ വെയിലൊക്കെ അടിച്ചിട്ട്. ഇത് നമ്മൾ നേരെ മുന്നേ കാണുന്ന അതിലെയാണ് കേട്ടോ നമ്മൾ പാസ് ചെയ്ത് പോവേണ്ടത്. ഇതാണ് പുളിങ്കട്ട പള്ളി. തേയിലത്തോട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു പള്ളി. ചുറ്റപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു വശം മുഴുവൻ തേയില ആയതുകൊണ്ട് ഇത് ആ വഴി നിന്നൊക്കെ ഈ പള്ളിയുടെ ഒരു കാഴ്ചയുണ്ട്. അടിപൊളി കാഴ്ചയാണ്, നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കൊളുന്ത് നുള്ളി പോയിട്ടേ ഉള്ളൂ എന്ന്. അല്ലെങ്കിൽ നല്ല പച്ചയായിട്ട് കണ്ടേനെ കേട്ടോ, നല്ല ഭംഗിയായിട്ട് കണ്ടേനെ. ഇപ്പോൾ പച്ച ഇല വന്നതെല്ലാം നുള്ളിയെടുത്തു. ഇനി വീണ്ടും ഈ തേയിലയെല്ലാം തളർത്ത് വരുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ്. ഇതേ തൊട്ടപ്പുറത്തേക്ക് മാറുമെന്ന് കഴിഞ്ഞാൽ AVTയുടെ പശുപ്പാറ ടീ ഫാക്ടറിയൊക്കെ നമുക്ക് കാണാവേ. എന്തായാലും ഇപ്പോൾ ടീ ഫാക്ടറി കാണാനായിട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ പോവും വഴിക്കൊക്കെ ഇനി ആ ടീ ഫാക്ടറിയാണ് പോവും വഴിക്കൊക്കെ നമുക്ക് കാഴ്ചയായിട്ട് വരുന്നത്. അത് നിങ്ങളെ അത്രയ്ക്ക് അങ്ങ് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ, പലതവണ കാണിച്ചിട്ടുള്ളതല്ലേ. എപ്പോഴും കാണിച്ചാൽ വീണ്ടും ഇത് തന്നെയാണോ എന്ന് കഴിഞ്ഞ വീഡിയോകൾക്കെല്ലാം നമ്മൾ പരാതി കേട്ടതാണ്. അതുകൊണ്ട് കാണിക്കുന്നില്ല. എങ്കിലും നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, അത് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു കേഴയാട് റോഡ് ക്രോസ് ചെയ്ത് നേരെ മുന്നോട്ട് ചാടിയേ. എന്നിട്ട് ഇങ്ങോട്ടങ്ങ് ഇറങ്ങുന്നത് കണ്ടു. ഞാൻ പെട്ടെന്ന് വണ്ടിയൊക്കെ നിർത്തി അന്നേരം ചാടി ഇറങ്ങി വന്നതാണ്. പക്ഷേ താഴേക്ക് ഇറങ്ങിയിട്ട് അത് എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല, വിട്ടുപോയെന്ന് തോന്നുന്നു. ആ മലമോളിൽ കണ്ടോ ഒരു വീട് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടോ. അടുത്തെങ്ങും വേറെ വീടുകളൊന്നുമില്ല. ആ മലയിലാകെ ഒരു വീടേ ഉള്ളെന്ന് തോന്നുന്നു. വീട് തന്നെയാണെന്ന് തോന്നുന്നു. അതേ വല്ല റിസോർട്ട് അങ്ങനെ വല്ലതും ആണോ. ഇതേ ഇവിടെ ഒരു കൊച്ചു വെള്ളച്ചാട്ടം പോലൊരു സംഭവം ഉണ്ടേ. നമുക്ക് ഇതുവരെ ഞാൻ അവിടെ ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോവാം. ഇത് കണ്ടോ വീടുകൾ കാര്യങ്ങൾ, രസമുള്ള ഒരു ഏരിയയാണ്. രാവിലത്തെ വെയിലൊക്കെ അടിച്ചിട്ട് എന്തായാലും കാഴ്ചകൾ കൂടുതൽ ഭംഗിയുള്ളതാണ്. വെള്ളച്ചാട്ടമായിട്ടൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകും. നല്ല മഴയൊക്കെ പെയ്യുമ്പം കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ എന്തായാലും മഴയൊക്കെ കുറവായതുകൊണ്ട് രാവിലെ എന്തായാലും നല്ല തണുപ്പാണ്. കാര്യം പറഞ്ഞാൽ ഉഗ്രം വെയിലൊക്കെ തെളിയുന്നുണ്ട്. എങ്കിലും തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ഒരു മൂടില്ലാത്ത അവസ്ഥ. അപ്പോൾ രാവിലെ ഈ തണുപ്പൊന്ന് മാറ്റാൻ വേണ്ടിയേ നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് ഒരു ട്രക്കിംഗ്. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പറയാൻ പോകുന്നത് ഈ മലയുടെ നെറുകയിൽ കയറി നിന്നാണ്. അപ്പോൾ പോകുന്ന ദൂരം അത്രയും നിങ്ങളെ കാണിക്കുന്നൊന്നുമില്ല, മേളിൽ ചെന്നിട്ട് നമുക്ക് കാണാം. ഒരു കാര്യമേ, ഇവിടുത്തെ കഴിഞ്ഞ ദിവസം വരെ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടോ, മഴയുള്ളതിൻ്റെ സൂചനയാണ് ഇത്രയും കരിമ്പാറയിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്ന കാഴ്ചകൾ. അപ്പോൾ ഇത്രത്തോളം മഴയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇതുകൊണ്ടോ മൊത്തത്തിൽ കരിഞ്ഞൊരു വേനലിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. ഇത് ഈ ഹൈ റേഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. മഞ്ഞുകാലം തുടങ്ങിയതിൻ്റെ സൂചനയാണ്. ഇനി എന്ത് മഴയുണ്ടെങ്കിലും ഈ മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പുല്ലും ചെടികളും എല്ലാം കരിഞ്ഞു പോവേ. അപ്പോൾ അതുപോലെ എല്ലാം കരിഞ്ഞു പോയി ഒരു വേനലിൻ്റെ ആരംഭമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടും വേനലിൻ്റെ ആരംഭം. ഇതുകൊണ്ടോ മഴ പെയ്തിട്ട് വെള്ളമൊക്കെ അത്യാവശ്യം പാറപ്പുറത്തൂടെ എല്ലാം നല്ല വെള്ളമുണ്ട്. ഇതുകൊണ്ട് നല്ല വെള്ളമൊഴുക്കുണ്ട്. ഒരബദ്ധം പറ്റിയെന്ന് തോന്നുന്നേ. ഞാൻ നേരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുത്തു കയറ്റം അങ്ങ് കയറി വന്നു. ഇതിലെ അങ്ങ് കയറിപ്പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇനി അപ്പുറത്തൂടെ താഴെ കൂടെ ഇറങ്ങി അപ്പുറത്തൂടെ ചുറ്റി കയറി പോകണമെന്ന് തോന്നുന്നു. അത് ഇതിലങ്ങ് കയറാം. ഇതിലങ്ങ് കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നല്ലൊരു അള്ളുണ്ടേ, ഇത് ആ പാറയുടെ അടിയിൽ. അത് നിങ്ങളെ കാണിക്കുന്നില്ല, പലതവണ ഹൃദയരാഗത്തിലൂടെ കാണിച്ചിട്ടുള്ളതാണല്ലോ. ഇത് തവളപ്പാറയാണ് കേട്ടോ. ആർക്കും മനസ്സിലായില്ലെങ്കിൽ വാഗമണ്ണിന് സമീപത്തുള്ള തവളപ്പാറയാണ് ഈ സ്ഥലം. ഇതിലേ അങ്ങ് കടക്കാൻ പറ്റുമോ? നല്ല ചെങ്കുത്തായ പ്രദേശമാണ്. ഇതിലേ അങ്ങ് കടക്കാൻ പറ്റിയാൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ലെ ഞാൻ തിരിച്ച് അപ്പുറത്തൂടെ കറങ്ങി വരേണ്ടി വരും. അല്ലെ ഇതിലേ അങ്ങ് കടക്കാൻ പറ്റിയാലും മതി. ഇതിലേ അങ്ങ് കയറാൻ തോന്നുന്നേ. കുറച്ചുകൂടി എളുപ്പം അല്ല ഇത് തന്നെയാണ്.
ഞാൻ ഈ മലയുടെ ഏതാണ്ട് മുകളിലെത്തി കേട്ടോ. ഏറ്റവും ടോപ്പിലെത്തിയിട്ടില്ല. അങ്ങോട്ട് നമ്മൾ കയറി പോകുന്നില്ല. അങ്ങോട്ട് കയറിപ്പോയാലാണ് കോട്ടമലയ്ക്കുള്ള റോഡും അതിൻ്റെ കാഴ്ചകളും അപ്പുറം അങ്ങ് നമ്മുടെ കുളമാവ് ഡാമിൻ്റെ, അതായത് ഇടുക്കി റിസർവോയറിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ വന്ന് നിന്ന് ഈ അറ്റത്ത് വന്ന് നിന്ന് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. അയ്യോ, നിൽക്കാൻ പോലും പറ്റാത്ത കാറ്റാണ്. അയ്യോ, മേളിൽ നിന്ന് കാര്യം പറയാമെന്ന് പറഞ്ഞതേ ഒരു രക്ഷയില്ല, കാറ്റ് ഒരു രക്ഷയില്ല. ആ അറ്റത്തോട്ടൊന്നും പോയി കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കാനേ പറ്റത്തില്ല. പറയാനുള്ള ആ കാര്യമേ ഇനിയിപ്പോൾ താഴെ ചെന്നിട്ട് പറയാം. കാറ്റിനെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പാറകളുടെ ഒരു ഇടുക്കിലേക്ക് ഞാൻ ഇറങ്ങി നിൽക്കുകയാണ്. പ്രത്യേകിച്ചൊരു കാര്യം പറയാനായിട്ടല്ല, എല്ലാവരും ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഹൃദയരാഗത്തിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ന്യൂ ഇയർ ആശംസ പറയാനായിട്ടില്ല, ഇനിയും സമയമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാനിട്ട് വന്നതൊന്നും അല്ല കേട്ടോ. ഇന്നലെ വെറുതെ ഒന്ന് തുടങ്ങി വെച്ചതുകൊണ്ട് അതങ്ങ് പിന്തുടർന്ന് പോയതാണ്. വീഡിയോ ചെയ്യാൻ പ്ലാനേ ഇല്ലായിരുന്നു. നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഓൾ കേരള യാത്രയുടെ തുടർച്ചയായിട്ട് എറണാകുളം ജില്ലയിൽ നിന്നേ ഇനി വീഡിയോ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എങ്കിലും വെറുതെ ഇന്നലെ അങ്ങ് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പം പിന്നെ വീട്ടിലേക്ക് അങ്ങനെ അങ്ങ് വീഡിയോ എടുത്ത് വീട്ടിൽ ചെന്നിട്ടും കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കുകയാണ്. ആരും പണങ്ങല്ലേ. ഈ പാറപ്പുറത്ത് കണ്ടോ ഒരു അത്ഭുത പ്രതിഭാസം. മഴവെള്ളം മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഉറവാണ്. അതിങ്ങനെ താഴേക്ക് ഒഴുകി പോകാൻ മാത്രം ഉറവയുണ്ട്. അതിങ്ങനെ സംരക്ഷിച്ച് വേലിയൊക്കെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മഴക്കാലത്ത് മാത്രമല്ല, കുറച്ച് നാളത്തേക്കുള്ള ഒരു ഉറവയാണെന്ന് തോന്നുന്നു. ഇതിന്നൊരു ഓസ് വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓസിലൂടെ പോകാൻ മാത്രം വെള്ളം വരെ ഇതിനകത്തുണ്ട്. എന്തായാലും ഈ പാറപ്പുറത്ത് ഒരു അത്ഭുത കാഴ്ചയാവുന്നത്. ഇവിടെയൊക്കെ കുറേ പുല്ലൊക്കെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് മണ്ണ് ഇതിൻ്റെ മേളിൽ വീണിട്ട് പക്കാ പാറപ്പുറം തന്നെയാണ് ഇത് മുഴുവനെ. അല്ലാതെ ഡീപ്പായിട്ട് മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനിടയ്ക്കാണ് ഇത്ര ശക്തമായൊരു ഉറവ. ഒരു പട്ടി ഇരുന്ന് കാലം കൂവുന്നുണ്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ, നാട്ടിലും നല്ല പൊതുവെ എല്ലായിടത്തും പറയുന്നതാണെന്ന് തോന്നുന്നത്, പട്ടികൾ ഇങ്ങനെ കൂവുന്നത് കാലം കൂവുന്നതാണെന്ന്. പട്ടികൾക്കല്ലെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത എന്ത് സൗണ്ടാണ്, 20 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടിന് എന്തോ ഒരു പേര് പറയുമല്ലോ. അൾട്രാസോണിക് അല്ല, എന്തോ ഒരു നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങളൊക്കെ പട്ടിക്ക് കേൾക്കാൻ പറ്റും. അപ്പം കാലൻ വരുന്നതിൻ്റെ സൂചനയായിട്ട് കാലൻ വരുന്ന ശബ്ദം കേട്ടിട്ടാണ് പട്ടികൾ ഇങ്ങനെ കാലം കൂവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ അത് ശരിവെക്കുന്ന അനുഭവങ്ങളാണ്. ഇങ്ങനെ കാലം കൂവും, വെല്ലുമ്മയൊക്കെ ഇരുന്ന് പറയും പട്ടി കാലം കൂവുന്നുണ്ട്, ആർക്കോ പോകാൻ സമയമായി എന്ന് പറയും. ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഒരു മരണം ആ ചുറ്റുവട്ടത്ത് നടന്നിരിക്കും. ഒരാളിവിടെ ഇരുന്ന് കാലം കൂവുന്നുണ്ട്, ഒരു കാരണമില്ലാതെയാണ്. ഇത് കേൾക്കുമ്പം ബാക്കി പട്ടികൾ കുറുക്കന്മാരെ പോലെയാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ അടുത്തുള്ള വീട്ടിലെ പട്ടികളെല്ലാം കൂവാൻ തുടങ്ങും. ഈ ഭൂകമ്പമൊക്കെ വരുമ്പം പട്ടികൾക്ക് നേരിട്ട് അറിയാൻ, മുൻകൂട്ടി അറിയാനുള്ളൊരു, മൃഗങ്ങൾക്ക് പൊതുവെ എല്ലാത്തിനും തന്നെ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. പട്ടികളൊക്കെ കിടന്ന് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകും. നേരത്തെ ഒരു കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഈ ഭൂമി കുലുക്കം ഒരു പതിവ് സംഭവമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഭാഗ്യത്തിന് ഇല്ല. അപ്പോൾ ഈ ഭൂമി കുലുങ്ങാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ പട്ടികളെല്ലാം കിടന്ന് ഒച്ച വെക്കും. ഒരു തവണ ഇങ്ങനെ പട്ടികളെല്ലാം കിടന്ന് കൂവിയപ്പം ഞാൻ ഇടുക്കിയിൽ എന്തോ ഒരു ആവശ്യത്തിന് പോയി താമസിക്കുമ്പോഴാണ് ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങനെ പട്ടികൾ, മൃഗങ്ങൾ ഇങ്ങനെ കൂവുന്നത് ഭൂകമ്പം അങ്ങനെ എന്തെങ്കിലും ദുരന്തം വരുന്നതിന് മുന്നോടിയായിട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞു തീർന്നില്ല, ഒരു 15 മിനിറ്റിനുള്ളിൽ അവിടെ ഒരു ഭൂമി കുലുക്കം നല്ല രീതിയിൽ അനുഭവപ്പെട്ടെന്നുള്ളതാണ്. അതുപോലെ മൃഗങ്ങളെല്ലാം കിടന്ന്, പട്ടികളെല്ലാം കിടന്ന് അന്നത് അതുപോലെ ബഹളമായിരുന്നേ.